ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ രാവിലെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഓയിൽ, കടുക്, നിലക്കടല, ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, കടലപ്പരിപ്പ്, ജീരകശാല അരി ഒരു 15 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അരമുടി തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉഴുന്നുപരിപ്പ്, വെള്ളുഴുന്നിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിലക്കടല ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കടുകും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, അതിൻ്റെ പുളിപ്പ് രസം വരും. അതുകൊണ്ട് ആ റൈസ് ഒന്ന് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം ലേശം ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിൽ ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതൊന്ന് അടച്ച് വെച്ച് 1 വിസിൽ വരുത്തിയെടുക്കാം കുക്കറിൽ. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാകും. എളുപ്പത്തിൽ രാവിലെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്. നമുക്ക് 1 വിസിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റീമെല്ലാം പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളി കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.